بسم الله الرحمن الرحيم تموتون كما تعيشون وتبعثون كما تموتون. നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ നിങ്ങൾ മരിക്കും. നിങ്ങൾ എങ്ങനെയാണോ മരിക്കുന്നത് അതുപോലെ നിങ്ങളെ നാളെ അന്ത്യനാളിൽ പുനർജന്മം നൽകപ്പെടുകയും ചെയ്യും. ഒരാളുടെ ജീവിതം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും മരണം. ജീവിതത്തിൽ കൂടുതൽ പ്രിയപ്പെട്ടതും ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏതാണോ ആ കർമ്മത്തിലായിട്ട് അവന് മരിക്കാൻ കഴിയും. മരിക്കുമ്പോൾ അവൻ എങ്ങനെ മരിക്കുന്നു ആ അവസ്ഥയിലായിരിക്കും അന്ത്യനാളിൽ അവനെ കൊണ്ടുവരപ്പെടുകയും ചെയ്യും. ഹജ്ജിൻ്റെ വേളയിൽ ഹജ്ജിന് ഇഹ്റാം കെട്ടിയ ഒരു വ്യക്തി ഒട്ടകത്തിൻ്റെ പുറത്തുനിന്ന് വീണ് അദ്ദേഹം മരണപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മനുഷ്യനെ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ തന്നെ കഫൻ ചെയ്ത് ഖബറടക്കുക. അയാൾ നാളെ മഹ്ശറയിലേക്ക് വരുമ്പോൾ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കും വരിക. ഹാജിയായിട്ട് മരിച്ചു, ഹാജിയായിട്ട് നാളെ മഹ്ശറയിലേക്ക് വരും. ഇതൊരു അദ്ദേഹത്തിൻ്റെ മാത്രം അവസ്ഥയല്ല, നമ്മുടെ ഒക്കെ ജീവിതം എങ്ങനെയാണോ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട കാര്യം മരണസമയത്ത് ചെയ്യാൻ തൗഫീഖ് തരും. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതിം. അള്ളാഹു കർമ്മങ്ങൾ പരിഗണിക്കുന്നത് അന്ത്യം നോക്കിയിട്ടാണ്. ഇപ്പൊ നമ്മളൊക്കെ നല്ല അവസ്ഥയിലാണ്, പക്ഷെ അവസാനം നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അതാണ് പടച്ചവൻ നോക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത്. അലി റളിയല്ലാഹു അൻഹു സുബഹി നമസ്കാരത്തിന് വേണ്ടി വരുമ്പോഴാണ് അദ്ദേഹത്തെ കൊന്നുകളയുന്നത്. ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. അവർ പറയുന്നുണ്ട്, മാലി വലി സലാത്തിൽ ഖദാത്തി, ഈ സുബഹി നമസ്കാരത്തിന് എന്ത് പറ്റി? എൻ്റെ വാപ്പ അലി കൊല്ലപ്പെട്ടതും സുബഹിക്കാണ്, എൻ്റെ ഭർത്താവ് ഉമർ കൊല്ലപ്പെടുന്നതും സുബഹിക്കാണ്. അപ്പൊ നമസ്കാരത്തെ പ്രിയപ്പെട്ട മനുഷ്യന് നമസ്കാരത്തിലായിട്ട് മരിക്കാൻ കഴിയും. മദീന പള്ളിയിൽ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഖുർആൻ ആതാണെന്ന് അറിയില്ല, പക്ഷെ ആര് പള്ളിയിൽ വന്നാലും ഒരു ഖുർആൻ എടുത്തു കൊടുക്കും. അയാൾ ഓതുന്നത് ഇയാൾ കേട്ടിരിക്കും. ഒരിക്കൽ ഒരാൾക്ക് ഇങ്ങനെ ഖുർആൻ എടുത്തു കൊടുത്തു. അദ്ദേഹം ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തിലാവത്തിന്റെ ആയത്ത് വന്നു. ഓതിയ ആള് സുജൂദ് ചെയ്തു, ഈ കേട്ടിരുന്ന ആള് സുജൂദ് ചെയ്തു. പക്ഷെ ഓതിയ ആള് സുജൂദിൽ നിന്ന് ഉയർന്നു, കേട്ടയാള് സുജൂദിൽ നിന്ന് ഉയർന്നില്ല. അദ്ദേഹം സുജൂദിലായിട്ട് മരണപ്പെട്ടു പോവാണ്. നദവി സാഹിബ് അബുൽ ഹസൻ അലി നദവി പള്ളിയിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സൂറത്ത് യാസീൻ ഓതുമ്പോഴാണ് അദ്ദേഹം മരിച്ചു പോകുന്നത്. കീലദുഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് നീ കടക്കുക എന്ന ഭാഗത്തെത്തിയപ്പോൾ നദവി സാഹിബ് മരിച്ചു വീഴുന്നു. ഓരോരുത്തരും ജീവിതം എങ്ങനെയാണ് അതുപോലെ മരിക്കും. നന്മയിലാണെങ്കിൽ നന്മയിൽ, തിന്മയിലാണെങ്കിൽ തിന്മയിൽ. നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ, സിനിമാ ഷൂട്ടിങ്ങിനിടക്ക് മരിച്ചു വീണു, കോല് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു വീണു. അപ്പൊ ജീവിതത്തിൽ നന്മയിലാണെങ്കിൽ നന്മയിലായിട്ട്, തിന്മയിലാണെങ്കിൽ തിന്മയിലായിട്ട് മരണപ്പെട്ടു പോകും. അതുകൊണ്ട് തിന്മ ചെയ്യുമ്പോൾ നമ്മൾ പേടിക്കണം. ഈ തിന്മയിൽ എൻ്റെ അന്ത്യം സംഭവിക്കുമെന്നുള്ള ഭയം ഉണ്ടാക്കണം. മുഅ്മിനായ മനുഷ്യൻ തിന്മ ചെയ്യുമ്പോൾ ഒരു മലയുടെ ചോട്ടിലിരിക്കും പോലെ, ആ മല എൻ്റെ ശരീരത്തെ ഇടിഞ്ഞു വരും പോലെ തോന്നും മുഅ്മിനാണെങ്കിൽ. മുഅ്മിൻ അല്ലെങ്കിൽ അവന് തിന്മ ഒരു നിസ്സാരമായിരിക്കും, മൂക്കിൽ ഈച്ച വന്നിരിക്കും പോലെ, അതിങ്ങനെ ആട്ടിക്കളഞ്ഞങ്ങ് പോയി അത്ര ഉണ്ടാവുള്ളൂ. തിന്മയ്ക്ക് വലിയ പരിഗണന ഉണ്ടാവില്ല. മുഅ്മിനായ മനുഷ്യൻ തിന്മ ചെയ്യേണ്ടി വന്നാലും ആ തിന്മയെ ഗൗരവത്തോടുകൂടി കാണും. നമ്മൾ ഭയപ്പെടേണ്ടത് ഇതാണ്, ഒരു തിന്മയിലായിട്ട് നമ്മുടെ അന്ത്യം സംഭവിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് വരുന്നതും അതേപോലെ ഒരു അവസ്ഥയിലായിരിക്കും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ, മരണസമയത്ത് ഈമാൻ നസീബാക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്